ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് നെസ്റ്റഡ് സീക്വൻസും അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യാം. നിങ്ങൾക്ക് ഈ ടൈം ലൈനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ട്രാക്സിൽ 3 വീഡിയോ ട്രാക്കിലും ഫൂട്ടേജ് ഇല്ലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലിപ്സിനൊക്കെ ബൾക്കായിട്ട് ഒരു എഫക്ട്സ് അപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ക്ലിപ്സ് സെലക്ട് ചെയ്യും. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളവിടെ നെക്സ്റ്റ് സീക്വൻസിൻ്റെ നെയിം കൊടുക്കുക. നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ടൈം ലൈനിൽ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഒരു സീക്വൻസിലൊക്കെ ആയിട്ട് ആ സീക്വൻസ് നമ്മുടെ ടൈം ലൈനിൽ റീപ്ലേസ് ആവും. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ക്ലിപ്സൊക്കെ അറേഞ്ച് ചെയ്യാനും പറ്റും. അതുപോലെ എന്തെങ്കിലും എഫക്ട്സ് ഒക്കെ ബൾക്കായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഈ നെസ്റ്റഡ് സീക്വൻസിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ക്ലിപ്സിനൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നെസ്റ്റഡ് സീക്വൻസിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ നെസ്റ്റഡ് സീക്വൻസ് ഓപ്പൺ ആവും. അതിനകത്ത് നമ്മൾ സാധാരണ നമുക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെയൊക്കെ തന്നെ ഇതും എഡിറ്റ് ചെയ്യാം. നെസ്റ്റഡ് സീക്വൻസ് നമ്മുടെ പ്രൊജക്ട് പാനലിലും വന്നിട്ടുണ്ടാവും. നമുക്ക് അവിടെ നിന്നും ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ക്ലിപ്പിൽ റാപ്പ് സ്റ്റെബിലൈസറും സ്ലോ മോഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ ക്ലിപ്പിന് ആദ്യം നമ്മൾ റാപ്പ് സ്റ്റെബിലൈസർ ഇട്ട് സ്റ്റെബിലൈസ് ചെയ്യുക. അതിനുശേഷം ആ ക്ലിപ്പ് നെസ്റ്റഡ് ചെയ്തതിന് ശേഷം ആ നെക്സ്റ്റ് ചെയ്ത സീക്വൻസിനെ നമ്മൾ സ്ലോ മോഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോ മോഷനും റാപ്പ് സ്റ്റെബിലൈസറും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് നെസ്റ്റഡ് സീക്വൻസും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.